നമസ്കാരം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. ഇന്ന് ഒന്നാം തിരുവോണമാണ്. നാളെയാണ് ഓണം എന്ന് പറയുന്ന മഹത്തായ ഉത്സവം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ഓണം വരിക എന്ന് പറയുന്നത്. എന്നാൽ ലോകം മുഴുവൻ വളരെ ഭീഷണിയുടെ നിഴലിലാണ് മുന്നോട്ട് പോകുന്നത്. അത് കേരളത്തെയും ബാധിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും വിദേശത്ത് ജോലി ചെയ്യാൻ പോകുന്നവരാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഇല്ലാത്ത, വിദേശത്ത് ജോലി ചെയ്യാനില്ലാത്ത, അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാനില്ലാത്ത ഒരാളുണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല. ഇപ്പോൾ ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അത് അതിര് കവിഞ്ഞ് സാമ്പത്തിക ഉപരോധത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. ഇത്രയും കാലം അമേരിക്ക എല്ലാ തരത്തിലും ഇറാനുമായി യുദ്ധം ചെയ്തിട്ട് അവർക്ക് ലക്ഷ്യപ്രാപ്തി എത്തിയില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് ഓരോ ദിവസവും എല്ലാ മേഖലകളിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹമാസുമായുള്ളതിൽ പാവപ്പെട്ട ചെറിയ കുട്ടികളെയാണ് വംശനാശം വരുത്തിക്കൊണ്ടാണ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചത്. അമേരിക്കയും ഇസ്രയേലും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ വംശഹത്യ ഒരു നാടിനെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളത് ലോക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇസ്രയേലിനോട് നമുക്ക് എല്ലാ തരത്തിലും ബഹുമാനമുണ്ടെങ്കിലും അവരുടെ രാജ്യത്തിലെ ജനങ്ങളെ ഇനി മേലിൽ വംശമുണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടെ നടത്തിയ വംശഹത്യ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന പാവപ്പെട്ട കുട്ടികൾ എന്തു പിഴച്ചു? ഹമാസ് അന്ന് നടത്തിയ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരെ വിശുദ്ധ ദിനത്തിൽ അവിടെ കയറി കുറേ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയതാണ് യുദ്ധത്തിന് കാരണം. അതിന് തിരിച്ചടിയായിട്ടാണ് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിച്ച് പുതിയ ഭരണകൂടത്തെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ അതുകൊണ്ട് യുദ്ധം അവസാനിച്ചോ? ഇല്ല. അമേരിക്കയുടെ ലക്ഷ്യം ഇറാനായിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയെ കൊന്നിട്ടാണ്, അതുപോലുള്ള ആളുകളെ, പ്രമുഖരായ ആളുകളെ കൊന്നിട്ടാണ് അമേരിക്കയും ഇസ്രയേലും കൂടി യുദ്ധം ആരംഭിച്ചതെങ്കിലും ഇറാൻ അതിനു മുന്നിലൊന്നും കീഴടങ്ങിയില്ല. മാത്രമല്ല ഒട്ടുമടക്കാത്ത ഇറാൻ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇസ്രയേലിലേക്ക് ഒരു മിസൈലും കടന്നു ചെല്ലില്ല എന്നുള്ള സ്ഥലത്താണ്, അവരുടെ എയറോഡ്രോം അത്രയും ശക്തമാണ് എന്നുള്ള സ്ഥലത്താണ് ഇസ്രയേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇറാൻ നിരന്തരം മിസൈലുകൾ അയക്കുകയും അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട് ഹോർമിസ് കടലിടുക്ക് പൂട്ടിയിടുകയും ചെയ്തത്. ഇറാനെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക, അവിടെ ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അമേരിക്ക എന്ന് പറയേണ്ട ട്രംപ് എന്ന ഭ്രാന്തൻ യുദ്ധം ആരംഭിച്ചത്. ഒരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ പരമോന്നത കാര്യങ്ങളിലേക്ക്, അവരെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് മറ്റൊരു രാജ്യത്തിന് ഇടപെടാൻ പാടില്ല എന്നിരിക്കെയാണ് ആ രാജ്യത്തിൻ്റെയും പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയെയും അതുപോലെയുള്ള നേതാക്കന്മാരെയും കൊന്നുകൊണ്ട് യുദ്ധം തുടങ്ങിയത്. അതിനുശേഷം ഭരണതലത്തിലേക്ക് വന്ന ആയത്തുള്ള ഖമനേയിയുടെ സ്ഥാനം ഏറ്റുവാങ്ങിയ പരമോന്നത നേതാവായി മാറിയ ആയത്തുള്ള മുജ്തബ ഖമനേയി, അദ്ദേഹത്തിൻ്റെ മകൻ ഒളിമറിയത്തിൽ നിന്നുകൊണ്ടാണ് യുദ്ധം നടത്തുന്നത്. അദ്ദേഹം നടത്തുന്ന യുദ്ധങ്ങൾ വളരെ തന്ത്രപരവും അമേരിക്കയെയും ഇസ്രയേലിനെയും നിരന്തരം വിറപ്പിക്കുന്നതുമാണ്. അതിൻ്റെ ഭാഗമാണ് ഹോർമിസ് കടലിടുക്ക് പൂട്ടിയിട്ടത്. ഹോർമിസ് കടലിട്ട് പൂട്ടിയിടുകയും പിന്നീട് പാകിസ്ഥാൻ ഇടപെട്ട് അസീം മുനീർ അടക്കമുള്ള അവിടുത്തെ സൈനിക മേധാവികൾ ഇടപെട്ട് താൽക്കാലിക ശമനമുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുകയാണ് ഇറാനെ കീഴടക്കാൻ പറ്റില്ല. സൈനിക നടപടികൾ കൊണ്ട് ഇറാനെ കീഴടക്കാൻ പറ്റില്ല. മാത്രമല്ല അത് ലോകത്ത് അമേരിക്കൻ പൗരന്മാർക്ക് വലിയ ഭീഷണിയായി തീർന്നിരിക്കുന്നു. എവിടെ അമേരിക്കൻ പൗരന്മാരുണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനുള്ള ഇറാൻ്റെയും സഖ്യരാഷ്ട്രങ്ങളുടെയും നിലപാടിൽ അവർക്ക് ഭയന്ന് പറിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മാത്രമല്ല ഭാഗ്യത്തിനാണ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത് എന്നതാണ് സത്യം. ഡൊണാൾഡ് ട്രംപ് ഒരു രഹസ്യ വാനിൽ കയറി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാര്യം വന്നതോടെ അമേരിക്ക ശരിക്കും വിറച്ചുപോയി. അമേരിക്കയുടെ ഇപ്പോഴത്തെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്, ഞങ്ങൾ സമ്പൂർണ്ണമായി എല്ലാ രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളെയും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ്. ഒരു കാരണവശാലും ഇറാനുമായി ഒരു വ്യാപാര ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭ്രാന്തൻ ചിന്താഗതികളുമായിട്ട് ഇറങ്ങുന്ന അമേരിക്കയെ ഇറാൻ നേരിടുന്നത് സമ്പൂർണ്ണമായിട്ട് ഇവിടെ ഹോർമിസ് കടലിടുക്ക് പൂട്ടിയിടും. അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും ലോകത്തിലേക്ക് നീങ്ങില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് തിരിച്ചടിയായി മാറുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അമേരിക്ക എന്ത് ചെയ്യണമെന്നറിയാതെ മുട്ടിലഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇറാൻ്റെ മുന്നിൽ അമേരിക്കയും ഇസ്രയേലും മുട്ടിലഴിയുന്ന കാര്യത്തിൽ
ലോകത്തിന് യാതൊരു സംശയമില്ല. കാരണം അവർ 2 ആഴ്ച കൊണ്ട് ഇറാനെ കീഴടക്കുമെന്ന് പറഞ്ഞു വന്ന ആ യുദ്ധം ഇന്നിപ്പോൾ മാസങ്ങളും കൊല്ലങ്ങളും കഴിയുകയാണ്. അപ്പം ഈ യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഭീഷണി ഉണ്ടാകും. നമ്മുടെ ഓണമെല്ലാം അടുത്ത ഓണത്തിന് ഇത്രമാത്രം സമൃദ്ധമായ ഒരു ഓണം ഉണ്ടാവണമെന്നില്ല. നമുക്കറിയാം, ഒരു ഭീകരനായ ഒരു ഭരണാധികാരി കുറേ 10 വർഷക്കാലം കേരളത്തെ ഭരിച്ച് അതിൽ നിന്ന് മുക്തമായൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. ഈ ഓണം എല്ലാവരും വളരെ സമൃദ്ധമായിട്ടാണ് ആഘോഷിക്കുന്നത്. കാരണം സന്തോഷത്തോടെയാണ് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. പ്രത്യേകിച്ചും പത്രക്കാരെല്ലാവരും. ഏത് സമയത്തും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാവുന്ന ഒരു ഭരണാധികാരി പിണറായി വിജയനായിരുന്നു കേരളത്തെ ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ കണ്ണീരൊപ്പുന്ന ഒരു ഭരണാധികാരിയാണ് കേരളത്തെ ഭരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ട്രംപ് എന്ന് പറയുന്ന ഭീകരൻ തൻ്റെ ഭ്രാന്ത് തീർക്കാൻ വേണ്ടി യുദ്ധം പ്രഖ്യാപിക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാക്കന്മാരെ കൊല്ലുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഭാസം എന്താണ്? ഇറാനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അവിടെ വിഘടിതമായി നിന്നിരുന്ന ആളുകളെല്ലാം ആയത്തുള്ള മുജതബ് ഖൊബാനിയുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ യുദ്ധം ശക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ തിരിച്ചടി. അവരുദ്ദേശിച്ചത് അമേരിക്കയുടെ താല്പര്യമുള്ള ഒരു പാവ ഭരണകൂടത്തെ കൊണ്ടുവരാനും അങ്ങനെ ഇറാഖിലുണ്ടായ പോലെ ഇറാനെയും തങ്ങളുടെ കീഴിൽ കൊണ്ടുവരികയും അവിടുത്തെ എണ്ണ ഖനനികൾ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇറാന് റഷ്യയുടെയും അതേപോലെ ചൈനയുടെയും പൂർണ്ണ പിന്തുണയാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ചൈന സമ്പൂർണ്ണമായിട്ട് ഇറാനോടൊപ്പം നിൽക്കുന്നതും അതേപോലെ റഷ്യ അമേരിക്കയുടെ മേധാവിത്വം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമാണ് കാണുന്നത്. റഷ്യയും അതേപോലെ ഉക്രൈനുമായ യുദ്ധത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി റഷ്യക്കെതിരെ നിലകൊള്ളുമ്പോൾ ആ കാര്യത്തിൽ ആ സമയത്ത് ഇറാനുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമായ റഷ്യ അമേരിക്കയുടെ തന്ത്രങ്ങൾ പഠിച്ച് തിരിച്ച് അതേ മറുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തിരിച്ചടി കൊടുക്കുന്നത്. അമേരിക്കയുടെ പല മിസൈലുകളുടെയും രൂപഘടന പഠിച്ച് അതിന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് ഇറാന് അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇറാനെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല അവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അടുത്തേക്ക് പോലും എത്തിച്ചേരാൻ അമേരിക്കയ്ക്കോ അതേപോലെ ഇസ്രയേലിനോ കഴിയുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപും അതേപോലെ നമ്മുടെ ഇസ്രയേലിൻ്റെ നെതന്യാഹുവും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഓണത്തിൽ ഏറ്റവും വിശേഷമായി നമുക്ക് പറയാനുള്ളത്. ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തുള്ള മലയാളികളുടെ ഒരു ഉത്സവമാണ്. ഇപ്പോൾ യു എയിലടക്കം ആഘോഷം കൊണ്ട് നടത്തുന്ന അവിടുത്തെ കൊട്ടാരത്തിൽ മലയാളികൾ ചേർന്നുകൊണ്ട് അവിടെ ആഘോഷം നടത്തുന്നു എന്ന് പറയുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും ഓണത്തിൻ്റെ ഈ പ്രത്യേക സുദിനത്തിൽ നമ്മൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ തകർക്കുന്ന ഈ യുദ്ധത്തിൽ നമുക്കും അതിൻ്റെ ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന ഉത്കണ്ഠയാണ് ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്നത്. അടുത്ത ഓണത്തിന് നമുക്ക് ശരിക്കും ഇതേപോലെ ഉണ്ണാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. ഈ യുദ്ധം പൂർണ്ണമായി അവസാനിച്ചില്ലെങ്കിൽ അത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വരെ കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.